അങ്ങനെ പഞ്ചായത്ത് ജെട്ടി എന്ന് പറയുന്ന സിനിമ കണ്ടിരിക്കുകയാണ്. ഇത് ബേസിക്കലി ഞാൻ ഒരാഴ്ച മുമ്പ് കണ്ട സിനിമയാണ്. ഇത് പിന്നെ ആ വയനാട് ഇഷ്യൂ ഒക്കെ ഉള്ളതുകൊണ്ട് നമ്മളൊരു വീഡിയോ ചെയ്യേണ്ടതെന്ന് വെച്ചതാണ്. പിന്നെ അത് മാത്രമല്ല, നമുക്ക് പ്രിയപ്പെട്ട ഒരുപാട് പേര് ചെയ്തൊരു സിനിമ, നമ്മൾ ഡെയിലി കാണുന്ന, നമുക്ക് ഇഷ്ടപ്പെട്ട, അത്ര ഇഷ്ടപ്പെട്ട ഒരു മിനി സ്ക്രീനിലെ എല്ലാവരും കൂടെ ചേർന്ന് മറിമായം ടീം ഒരുമിച്ച് ചേർന്ന ഒരു സിനിമ. ഇങ്ങനെയാണ് ഈ സിനിമേനെ ഞാൻ കണ്ടത്. ഇനി പറയാൻ പോകുന്നത്, കുറേ ആലോചിച്ചിട്ടാണ് ഞാൻ ഈ പരിപാടി ചെയ്യുന്നത്. കാരണം എന്താ വെച്ചാൽ, ഒന്നാമത് ഞാൻ അപ്പം തന്നെ പറയാത്തത്, ഈ സിനിമയ്ക്ക് ആൾക്കാർ കയറണമെങ്കിൽ കയറിക്കോട്ടെ, ഇനി നമ്മളായിട്ടൊന്നും പറഞ്ഞിട്ട് അതൊരു ഭയങ്കര പ്രശ്നം, ഒരു സിനിമയെ നശിപ്പിച്ചു എന്നാവണ്ടെന്ന് വെച്ചിട്ടാണ്. ഇപ്പോൾ ഏകദേശം സിനിമ ഹോൾഡ് ഓവർ എന്നുള്ള രീതിക്ക് പോയി എന്നുള്ള രീതി ആയതുകൊണ്ട് തന്നെയാണ് ഇനി ഒരു അഭിപ്രായം പറയാലോ. കാരണം അത്രയും മോശം അഭിപ്രായമായിരിക്കും ഞാൻ പറയാൻ പോണത്. എനിക്ക് ആദ്യം പറയാനുള്ള പേര് മണികണ്ഠൻ പട്ടാമ്പി, സലീം ഹസൻ, ഈ രണ്ട് ഡയറക്ടേഴ്സ്, പിന്നെ ഇതിൻ്റെ പ്രൊഡ്യൂസേഴ്സായ സപ്തതരംഗ് ക്രിയേഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡും ഗോവിന്ദ് ഫിലിംസും. ഇനി എനിക്ക് പറയാനുള്ളത്, അതായത് ഒരു ഫാമിലി ഓഡിയൻസ്, അവർ ഒരു അച്ഛനുണ്ടാവും, അമ്മയുണ്ടാവും, അമ്മൂമ്മ ഉണ്ടാവും, അപ്പൂപ്പനുണ്ടാവും, മക്കളുണ്ടാവും, എല്ലാവരും ഉണ്ടാവും. ഇവരെല്ലാവരും കാണുന്ന ഒരു പ്രോഗ്രാമാണ് ഈ മറിമായം എന്ന് പറഞ്ഞ പരിപാടി. ഈ മറിമായത്തിന് ബേസിക്കലി ഏജില്ല. ഞാൻ ഏതോ ഒരു സംഭവത്തിൽ ഇവരുടെ ക്രൂ പറയുന്നത് ഞാൻ കേട്ടു, ഇത് നമ്മൾ ഒരു ന്യൂ ജനറേഷൻ രീതിയിൽ ചെയ്തൊരു സിനിമയല്ല, അവരെ ഉദ്ദേശിക്കുന്നൊരു സിനിമയല്ല, നമുക്ക് വേണ്ടതും അങ്ങനത്തെ ഒരു ഫാമിലി ഓഡിയൻസാണ്. നിങ്ങൾ എന്തിനാണ് ഫാമിലി ഓഡിയൻസിനെ എത്ര അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്നത്? ഫാമിലി ഓഡിയൻസ് നന്നായാൽ മാത്രമേ സിനിമയോട് ഹിറ്റാവുള്ളൂ. ഒരു ന്യൂ ജനറേഷൻ വിചാരിച്ചാലും ഒരു സിനിമയോട് ഹിറ്റാക്കാൻ പറ്റില്ല. ഒരു ഫാമിലി തിയേറ്ററിലേക്ക് കയറി തന്നെ വേണം, എന്നാലാണ് സിനിമ ഹിറ്റാവുള്ളൂ. അപ്പോൾ ഫാമിലി ഓഡിയൻസ് എന്ത് കൊടുത്താലും അങ്ങോട്ട് കാണുന്നു, എന്തെങ്കിലുമൊക്കെ കാണിച്ചു കൂട്ടിയാൽ മതി, അവരെ കണ്ണ് പൊടിയിട്ട് കഴിഞ്ഞാൽ ആ പടം ഹിറ്റാവുമെന്ന് വിചാരിക്കരുത്. പിന്നെ നിങ്ങൾ പറയുന്ന വേറൊരു സംഭവമുണ്ട്, ഇതൊരു പഴയ രീതിയിലുള്ള ഒരു പഴയ ആളുകൾക്ക് ഇഷ്ടപ്പെടുന്ന ഈ പഴയ സിനിമ എന്ന് പറഞ്ഞാൽ മോശ സിനിമയാണോ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. മേലെപ്പറമ്പിൽ ആൺവീട്, അതൊരു പക്ഷേ ഇപ്പം ഇറങ്ങിക്കഴിഞ്ഞാൽ അത് ഫ്ലോപ്പാവും, അതിവിടെ ഹിറ്റാവണമെന്നില്ല ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ. പക്ഷേ ഒരു കുഞ്ഞു കുട്ടിക്ക് വരെ ആ സിനിമ ഇപ്പോൾ ഒന്ന് കാണിച്ചു കൊടുത്ത് നോക്കിയേ, അവർക്ക് ആ സിനിമ ഇഷ്ടമാണ്. മനസ്സിലായില്ലേ? അപ്പോൾ ഈ പഴയ സിനിമ എന്ന് പറഞ്ഞാൽ അത് മോശം സിനിമ എന്നുള്ളൊരു സംഭവം ഇല്ല. അപ്പോൾ ഇവരുടെ പ്രൊമോഷനിൽ ഒരു തെറ്റും ഞാൻ പറയില്ല. കാരണം ഞാൻ എവിടെ പറഞ്ഞിട്ടു, ഞങ്ങൾ മറിമായത്തിലുണ്ടാക്കിയ പേര് ഇതോടുകൂടി അങ്ങനത്തെ ഒരു ചെറിയ ഒരു ടോക്ക്, അത് ശരിക്കും സത്യം തന്നെയാണ്. കാരണം നിങ്ങളെ ഇപ്പോൾ മറിമായത്തിൽ കാണുമ്പോഴും എൻ്റെ ഉള്ളിലൊരു സാധനമുണ്ട്, എന്ത് മനുഷ്യന്മാരാണ്. അതായത് ഇപ്പോൾ ഈ സിനിമ അനൗൺസ് ചെയ്ത മുതൽ, അല്ലെങ്കിൽ ഈ സിനിമ റിലീസിൻ്റെ തലേ ദിവസം വരെ, തലേന്നാണ് ഞാൻ പറയണത്, ഇത് 2-3 ആൾക്കാർ വിളിച്ചിട്ട് നാളെ ഏത് സിനിമ, അങ്ങനെ ഒരുപാട് സിനിമ ഒരുമിച്ച് ഇറങ്ങിയൊരു ദിവസമായിരുന്നു. അപ്പോൾ ഏത് സിനിമ കാണുന്നത്, അപ്പോൾ ഞാൻ പറഞ്ഞത് ഞാൻ പഞ്ചായത്ത് ജെട്ടി കാണും, ഞാനൊരു ന്യൂജനാണ്, പുതിയ കാലഘട്ടത്തിലെ സിനിമകൾ കാണുന്ന, പഴയ കാലഘട്ടത്തിലെ സിനിമകളും കണ്ട, പക്ഷേ ഞാൻ ന്യൂജനാണ്, നമുക്കത്ര പ്രായമൊന്നുമില്ല, നമ്മൾ വയസ്സന്മാരല്ല, ഒന്നുമല്ല. പക്ഷേ ഞാൻ വരെ പറഞ്ഞത് ഞാൻ ഫസ്റ്റ് കാണാൻ പോകുന്നത് പഞ്ചായത്ത് ജെട്ടിയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മറിമായത്തിൻ്റെ ടീമാണ്. അപ്പോൾ ഈ ഓഡിയൻസിൻ്റെ പൾസ് മനസ്സിലാക്കുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ, ഇത് ബാക്കിയുള്ളവരെക്കാട്ടിലൊക്കെ എത്രയോ നന്നായിട്ട് മനസ്സിലാവുന്ന ആൾക്കാരാണ് നിങ്ങൾ. ആ ഒരൊറ്റ കാര്യത്തിൻ്റെ മുകളിൽ ഒറ്റയ്ക്ക് പോവാതെ, ഫ്രണ്ട്സിനായിട്ട് പോകാതെ, കാരണം ഫ്രണ്ട്സ് ഫുൾ ന്യൂ ജനറേഷൻ ആയിരിക്കുമല്ലോ, അവർക്കിത് പറ്റിക്കൊള്ളുന്നില്ല. പക്ഷേ ഞാൻ ഫാമിലിയായിട്ടൊക്കെ സാധാരണ നമ്മൾ വിളിച്ചിട്ടൊക്കെ വേണം കൊണ്ടുപോകാൻ. ഇതതിൻ്റെ ഒന്നും ആവശ്യമില്ല, അവർ ഓൾറെഡി അവർക്ക് ഇതിനെക്കുറിച്ച് അറിയാം, അവരും ഇതിന് വേണ്ടി വെയിറ്റ് ചെയ്യണം ഈ പടത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ തലേ ദിവസമൊക്കെ നമ്മൾ പറഞ്ഞിരുന്നത് ഇതിനൊരു ആവറേജ് അഭിപ്രായം പോട്ടെ, ഒരു മറിമായത്തിൻ്റെ ഒരു എപ്പിസോഡായാൽ ഈ സിനിമ വൻ ഹിറ്റാണ്. കാരണം അടിച്ച് കീറും ആൾക്കാർക്ക് ചിരിച്ച് കളിച്ച്, പ്രത്യേകിച്ച് ഇവരൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഇതൊരു പോയിൻ്റിൽ വർക്കായാൽ, ഈ പടം വർക്കായാൽ ഇത് വൻ ഹിറ്റായിരിക്കും. അപ്പോൾ ഇത് വർക്കാവില്ല എന്ന് നമുക്ക് ഒരു ഇതില്ല. കാരണം എന്താ വെച്ചാൽ ഇത് അത്രയും ജനകീയമായൊരു പരിപാടി ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ച് അവരൊരു സിനിമ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് അവർക്ക് മനസ്സിലാവും ഇത് ഏതൊക്കെ ഭാഗങ്ങൾ ആർക്കൊക്കെ വർക്കാവും എന്നുള്ളത്. ഈ സലീം ഹസൻ എന്ന് പറയുന്ന ഡയറക്ടറും ഈ മണികണ്ഠൻ പട്ടാമ്പി എന്ന ഡയറക്ടറും എന്താണ് നിങ്ങൾ ചെയ്തത്? ഞാൻ ഇങ്ങനെ പറയാൻ ശരിക്കും പാടില്ല, ശരിയാണ്, നിങ്ങളുടെ കഷ്ടപ്പാടാണ്, ബുദ്ധിമുട്ടാണ്. പക്ഷെ നിങ്ങൾ എന്ത് ജസ്റ്റിഫിക്കേഷനാണ് ഈ തിയേറ്ററിൽ വന്ന് പോയ ഫാമിലീസിന് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്നത്? ഇവിടെ ഒരു എഴുതുമ്പോൾ വരവേൽപ്പ് രണ്ടാമത് കാണാനായിട്ട് ഞങ്ങൾ ടിക്കറ്റ് എടുത്ത് സിനിമ കാണുന്നുണ്ടോ? അതായത് ഞാൻ പേഴ്സണലി തലേ ദിവസമൊക്കെ വിചാരിച്ചിരുന്നു, അല്ലെങ്കിൽ തിയേറ്ററിൽ ടിക്കറ്റ് എടുക്കുമ്പോൾ വിചാരിച്ചു ഒരു വരവേൽപ്പ് പോലത്തെ ഒരു സിനിമ,
ഒരു ആക്ഷേപഹാസ്യം അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സംഭവം, ഒരു വലിയൊരു നമ്മൾ നോട്ട് ചെയ്യേണ്ട ഒരു സംഭവം എടുത്തിട്ട് അതിനൊരു കോമഡി ആയിട്ട് മറിമായത്തിൽ എന്താണോ കാണുന്നത് അത് അങ്ങനത്തെ ഒരു സാധനം കിട്ടും. പക്ഷെ നിങ്ങൾ കാണിച്ചത് വരവേൽപ്പ് കാണിച്ചെന്നു, വരവേൽപ്പന്നെ വീണ്ടും നിങ്ങൾ കാണിച്ചെന്നു. അതും അതിൻ്റെ ഏറ്റവും മോശം വേർഷൻ, ഒരിക്കലും നല്ല വേർഷൻ ഞാൻ പറയില്ല, ഏറ്റവും മോശം വേർഷൻ. പറയണ ഓവറാണെങ്കിൽ സാരില്ല, ഇന്ത്യൻ ട്യൂനെയൊക്കെ മോശമായിട്ടാണ് എനിക്ക് ഈ പടത്തിന് തോന്നിയത്. സങ്കടമുണ്ട്. കാരണം നിങ്ങളെ എല്ലാവരെയും അത്രയ്ക്ക് ഇഷ്ടപ്പെടുന്ന ഒരു മലയാളി ഓഡിയൻറ്റ് അതാണ് ഞാൻ. അപ്പം എന്നെപ്പോലെ എല്ലാവരും തിയേറ്ററിൽ ഒരാൾ പോലും ഇതിനെ നല്ല കണ്ടില്ല. ചിലരിതിൻ്റെ മറ്റേ തിയേറ്ററിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് ഇപ്പം എന്നെപ്പോലുള്ള ന്യൂജൻ പറയുന്ന കേട്ടു, സീരിയൽ പോലെ എല്ലാം എടുത്ത് വെച്ചിരിക്കുന്നത്, സിനിമാറ്റിക് ഫ്രെയിംസ് ഉണ്ട്. എന്ത് സിനിമാറ്റിക് ഫ്രെയിംസ് അതിലുള്ളത്? എന്താ നിങ്ങൾ ഈ സിനിമാറ്റിക്കും സീരിയലും? എടോ നിങ്ങൾ ആ മറിമായം എടുത്ത് വെച്ചാൽ മതിയായിരുന്നു. മറിമായത്തിൻ്റെ ഒരു 4 എപ്പിസോഡ് നിങ്ങൾ കാണിച്ചിരുന്നെങ്കിൽ, വേറെ ഒന്നും വേണ്ട, ഒരു 4 എപ്പിസോഡ് ഓൾറെഡി നിങ്ങൾ ചെയ്യാൻ വെച്ചിരിക്കുന്ന ഒരു 4 എപ്പിസോഡ് എടുത്ത് ചെയ്തിരുന്നെങ്കിൽ ഒരു കുഴപ്പമില്ല. മനസ്സിലായില്ലേ? അപ്പോൾ ഇത് മറിമായത്തിൻ്റെ ഡയറക്ടർ അല്ല ഇത് ചെയ്ത്. അപ്പോൾ നമ്മൾ ഈ മറിമായം എന്ന് പറയുമ്പോൾ അത് ആലോചിക്കണം, ഇത് അതിൻ്റെ ഡയറക്ടറോ അതിൻ്റെ ടീമൊന്നും അല്ല, അഭിനയിച്ചവർ മാത്രമാണ്. പക്ഷേ എന്നാലും നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ ഈ മണികണ്ഠൻ പട്ടാമ്പി, ഹസൻ എന്ന് പറയുന്ന ഈ 2 ആളുടെ കയ്യിൽ കിട്ടിയ സംഭവം ഒരു വലിയ സംഭവമാണ്. ഒരാൾക്കും കിട്ടാത്ത, ഇപ്പോൾ മോഹൻലാലിൻ്റെ മമ്മൂട്ടിയുടെ ഡേറ്റ് കിട്ടിയ പോലത്തെ ഒരു അവസ്ഥയാണ്. കാരണം ഇത്രയും ഓഡിയൻസിൻ്റെ ഇടയിൽ അത്രയും ഫേമസ് ആയിട്ടുള്ള ആളുകളെ കിട്ടിയിട്ട് നിങ്ങൾക്കൊരു താങ്ങും ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ എന്താണ് മനുഷ്യന്മാരെ നിങ്ങൾ ചെയ്തത്? എന്ത് മോശമായിരുന്നു ഈ സിനിമ. അതായത് എനിക്ക് അത് കണ്ടിറങ്ങിയപ്പോൾ തന്നെ എനിക്കൊരു റിവ്യൂ വന്നിട്ട് പച്ചയ്ക്ക് പറയണമെന്നുണ്ടായിരുന്നു. പക്ഷെ എന്താ വെച്ചാൽ പിന്നെ ഞാൻ ഒന്ന് ആലോചിച്ച്, ഇപ്പം അങ്ങനെ പറഞ്ഞിട്ട് അതിന് വലിയ ഇഷ്യൂ ആവണ്ട, ഇപ്പം നമുക്ക് ഇഷ്യൂ ഒന്നല്ല, ആ സിനിമയ്ക്ക് ഇപ്പം നമ്മളൊക്കെ ആകെ 10-25 ആൾക്കാർ കാണുന്ന പരിപാടിയാണ്. എന്നാലും നമ്മളും ഇപ്പോൾ സിനിമ എന്നൊക്കെ പറഞ്ഞ് നടക്കുന്നതുകൊണ്ട് നമുക്കൊരു ഉള്ളിലൊരു ഇതുണ്ടാവില്ലേ, അവരെന്തായാലും കഷ്ടപ്പെട്ടതല്ലേ, അതുകൊണ്ട് മിണ്ടാണ്ടിരുന്നു. പക്ഷേ ഇന്നലെ വരെ ഈ സിനിമ കണ്ടിട്ട് സങ്കടത്തിൽ നമ്മൾ വിളിച്ചവരുണ്ട്. അതായത് എന്തേന്നാടാ ഇതിന് മാത്രം റിവ്യൂ പറയാത്തത്? ആരും റിവ്യൂ പറയുന്നില്ലല്ലോ. മോശമായിട്ട് റിവ്യൂകൾ വളരെ കുറവായി സിനിമയെ കുറിച്ചിട്ട്. കാരണം എന്താ വെച്ചാൽ നിങ്ങളോടൊക്കെ എല്ലാവർക്കും ഇഷ്ടമാണ്, നിങ്ങളോടുള്ള ആ ഇഷ്ടമാണ് ഈ നെഗറ്റീവ് റിവ്യൂ വരാത്തത്. പക്ഷേ അങ്ങനെ ഒരു ഇഷ്ടം വെച്ചിട്ട് നിങ്ങളുടെ ഈ സിനിമ നല്ലതെന്ന് പറയുന്നതാണ് നിങ്ങളോട് കാണിക്കുന്ന ഏറ്റവും വലിയ ക്രൂരത. ഇനി ഒരു കാരണവശാലും ഇങ്ങനത്തെ ഒരു പടം ചെയ്യരുത്. ഈ ടീമിനെ വെച്ചൊരു പടം ചെയ്യണമെങ്കിൽ കറക്റ്റായിട്ട് എഴുതി വൃത്തിയാക്കി നിങ്ങൾ ആ കഥയിൽ കാണിച്ച അതേപോലെ തന്നെ ആ പടത്തിൻ്റെ ക്ലൈമാക്സ് എത്തിയപ്പോൾ ഒരു ശ്മശാന മൂകതയായിരുന്നു. എത്ര നല്ല ആർട്ടിസ്റ്റുകളാണ് ഇതിൽ അഭിനയിച്ചവരൊക്കെ, എത്ര നല്ല ആർട്ടിസ്റ്റുകളാണ്. ഒന്നും ചെയ്യാനുമില്ല, ഒന്നും കൊടുത്തുമില്ല. ഒരു ഡിപ്പാർട്ട്മെൻറ്റും ഒറ്റ ഡിപ്പാർട്ട്മെൻറ്റുകളൊന്നും നന്നായിട്ടില്ല. അഭിനയിച്ചവർ ഞാൻ നല്ലതെന്ന് പറയില്ല, കാരണം നിങ്ങളുടെയൊക്കെ പെർഫോമൻസ് നമ്മൾ കണ്ടതാണ്, നമ്മൾ കാണുന്നതാണ്. അതിൻ്റെ ഒന്നും 7 അയലത്ത് പോലും ഈ സിനിമയുടെ ഒരൊറ്റ ഷോട്ട് പോലും, ഞാൻ ആ തുടക്കം ഫസ്റ്റ് ടൈറ്റിലിങ് കണ്ടപ്പോൾ ഞാനൊന്ന് ഞെട്ടി. കാരണം അതൊരു നല്ല പരിപാടിയാണ്. ആ ഒരു സഞ്ചാരം പാറ്റേൺ പിടിച്ച് ഒരു സാധനം ചെയ്ത്, അപ്പം എനിക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു നിങ്ങൾ ബിൽഡ് ചെയ്ത് കൊണ്ടുവരുന്നത് എങ്ങടാണ്. ഞാനൊക്കെ ഇതിൻ്റെ ആദ്യത്തെ 5 മിനിറ്റ് ഞാൻ വിചാരിച്ച് ഇതിൻ്റെ റിവ്യൂ പറയണം, ആ ഇന്ത്യൻ 2 ചെയ്ത ശങ്കർ ആ സ്ക്രിപ്റ്റ് എടുത്ത് ഇവർക്ക് കൊടുക്ക്, ഇവർ ചെയ്ത് കാണിച്ചു തരും, അല്ലാണ്ട് ഇങ്ങനെ വെറുതെ ഒച്ചമ്പളുണ്ടാക്കല്ല പടം എന്നുള്ളത് ഞാൻ പറയണമെന്ന് ഞാൻ വിചാരിച്ചു ആദ്യത്തെ 5 മിനിറ്റിൽ. അത് കഴിഞ്ഞപ്പോൾ ഞാനൊക്കെ ഒരു ഇരുത്തുണ്ട്. ഞാൻ മാത്രമല്ല, ഞാൻ ഈ പറയണത് എനിക്ക് വേണ്ടിയിട്ടല്ല, ഇത് 9:30 ഷോ കാണാൻ വന്ന പ്രായമായവരെ ഞാൻ കണ്ടു. ഞാൻ തിയേറ്ററിൽ നിന്ന് ഇറങ്ങുമ്പോഴും അവിടെ ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് പ്രായമായുള്ള ആൾക്കാർ ഇരിക്കുക. എന്താ ചോദിക്കുമ്പോൾ എന്താ, മറിമായക്കാരുടെ സിനിമയാണ്. നിങ്ങൾ കളഞ്ഞത് ആ ഒരു വലിയ പ്രോഗ്രാമിൻ്റെ പേരാണ്. അത് നിങ്ങൾ ഡയറക്റ്റ് ചെയ്യുന്നതല്ല. ഇനിയിപ്പോൾ നിങ്ങൾ ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ എനിക്ക് അറിഞ്ഞുകൂടാ, അത് വേറൊരു ചാനലിൻ്റെ പ്രോഗ്രാമാണ്. ആ പ്രോഗ്രാമിൻ്റെ പേര് വരെ നിങ്ങൾ ഇല്ലാണ്ടാക്കി എന്നുള്ളതാണ്. ഇത് എന്ത് വേണമെങ്കിലും പറഞ്ഞോ, എനിക്കത് ഇപ്പം ഞാൻ ഈ നെഗറ്റീവ് പറയണമൊന്നും എനിക്കൊരു പ്രശ്നമായിട്ട് തോന്നുന്നില്ല. കാരണം ഇത് ഞാൻ പറഞ്ഞില്ലെങ്കിൽ അത് ഞാൻ ആ പ്രോഗ്രാമിനോടും ഈ ആർട്ടിസ്റ്റുകളോടും ചെയ്യണ ഏറ്റവും വലിയ ക്രൂരതയും. കാരണം നമ്മളിങ്ങനെ വലിയ മറ്റുള്ള പടങ്ങളൊക്കെ ഇന്ത്യൻ അതും മോശം ഇതും മോശം എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ആൾക്കാർ, ഇപ്പം നമ്മളെ ഫ്രണ്ട്സ് ഒരു മോശം പരിപാടി ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെന്താ പറയുക, എടാ അത് മോശമായിപ്പോയി. അതല്ലാണ്ട് അത് നല്ലതായി ചെയ്തത് എന്ന് പറഞ്ഞിട്ട് നമ്മളവനെ പ്രോത്സാഹിപ്പിക്കുകയല്ല ചെയ്യുക. നല്ലതാണെങ്കിൽ നല്ലതെന്ന് പറയും, ഓഫ് കോഴ്സ്. മോശമായി കഴിഞ്ഞാൽ മോശമാണെന്ന് പറയും. ആ മോശമെന്ന് പറയണം. അപ്പം നിങ്ങളുടെ കൂട്ടുകാരാണ് നമ്മളൊക്കെ, അല്ലെങ്കിൽ നിങ്ങളെ കാണുന്ന പ്രേക്ഷകനാണ്. അപ്പോൾ ഇപ്പം മറിമായാണെങ്കിൽ നിങ്ങൾ ഓരോ എപ്പിസോഡ് ചെയ്യുമ്പോൾ ഒരു എപ്പിസോഡിൻ്റെ ഫീഡ്ബാക്ക് നോക്കിയിട്ടാണല്ലോ ബാക്കി എപ്പിസോഡ് ചെയ്യുക. അതേപോലെ ഇനിയൊരു സിനിമ ചാൻസ് ഉണ്ട്. ഇനിയൊരു സിനിമ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ടീമിന് ഇനിയും ചാൻസ് ഉണ്ട്. ഒരു സിനിമ നല്ല സിനിമ വന്നു കഴിഞ്ഞാൽ
ഞെട്ടിക്കാം, ബോക്സ് ഓഫീസ് കുലിക്കാം. പക്ഷേ ഇമ്മാതിരി ഊള സാധനമായിട്ടാണ് വരുന്നതെന്നുണ്ടെങ്കിൽ അത് ചെയ്യരുത്. അത് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയേണ്ടത്. ഞാൻ വേറെ ആരും പേര് ഇതിൽ പറയുന്നില്ല. എനിക്കിതിൽ ഡയറക്ടറും പ്രൊഡ്യൂസറും കാര്യം മാത്രം നോക്കിയാൽ മതി. എന്തിനാണ് ഇങ്ങനൊരു പരിപാടിക്ക് അവർ മുൻകൈയിട്ട് ഇറങ്ങിയത്? എനിക്ക് തോന്നുന്നത് അവർ പ്രിവ്യൂ കണ്ടപ്പോൾ അവർക്ക് മനസ്സിലായി തോന്നുന്നുണ്ട് പടം കയ്യിൽ നിന്ന് പോയിന്ന്. അതുകൊണ്ടായിരിക്കാം അവർ അങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ്. ഞാൻ ഇവിടെ കണ്ടാണ്, ഞാൻ അധികം ഒന്നും കാണാൻ നിന്നില്ല. എനിക്ക് പ്രാന്ത് പിടിച്ച് ഈ പടം കണ്ടിട്ട്. എനിക്ക് പിന്നെ അവർ ഇൻ്റർവ്യൂ ഒരു തേങ്ങയോ വലിയ പ്രൊമോഷൻ ഒന്നും ഉണ്ടായിട്ടില്ല. ആ പ്രൊമോഷൻ ഇല്ലാത്തതിന് കാരണം എനിക്ക് തോന്നുന്നത് ഇത് തന്നെയാണ്. പിന്നെ അതിൽ ഇവർ വേറെ സാധനം കൂടെ പറയുണ്ടായി തിയേറ്ററിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞിട്ട്. മറിമായം പ്രതീക്ഷ വന്നവർക്ക് വേറെ ഒന്നാണ് കിട്ടിയത്. സത്യം, മറിമായം പ്രതീക്ഷ വന്നവർക്ക് ഒരു കൂറ സാധനമാണ് കിട്ടിയത്. അത്രയും മോശം സാധനമാണ് കിട്ടിയത്. അല്ലാണ്ട് നിങ്ങൾ അതിൽ പറഞ്ഞ പോലെ അതിനും വലിയൊരു സംഭവമാണ് കിട്ടിയത്. ഒരു തേങ്ങയില്ല. ഈ കഥ നമ്മൾ കണ്ടതാണ്, ഈ കഥ നമ്മൾ കേട്ടതാണ്. ഈ കഥ പറയാൻ പറ്റുന്നതിൻ്റെ ഏറ്റവും മോശമുള്ള രീതിയിലാണ് നിങ്ങൾ പറഞ്ഞുള്ളത്. ഇനിയും ഇതിനെ മോശമാക്കാൻ പറ്റില്ല. അത്രയും മോശമായിട്ടാണ് ഇതിൻ്റെ ആർട്ടിസ്റ്റുകളെ യൂസ് ചെയ്തത്. അത്രയും മോശമായിട്ടാണ്. ഇപ്പോൾ അന്ന് അണക്കോട് ചെയ്തു വിടാ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് പറയും നമുക്ക് ചെയ്യാൻ പറ്റും. നമുക്ക് ആർക്കും ഇപ്പോൾ ലീഡ് നിൽക്കുന്ന ഏത് ഡയറക്ടറുടെ കയ്യിലും ലീഡും വേണ്ട, എത്രയോ അസിസ്റ്റൻറ്റ് ഡയറക്ടേഴ്സ് ഉണ്ട്, എത്രയോ ഡയറക്ടേഴ്സ് ഉണ്ട്, എത്രയോ റൈറ്റേഴ്സ് ഉണ്ട്. ഇവരുടെ അടുത്ത് പോയിട്ട് മറിമായത്തിൻ്റെ ടീമിനെ വെച്ചൊരു പടം ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെഴുതും മനുഷ്യ നല്ല കഥ. അവർ ചെയ്യും ആ സാധനം നന്നായിട്ട്. നിങ്ങൾക്കും ചെയ്യാം. നിങ്ങൾ കഴിവില്ല എന്നല്ല നമ്മൾ പറയണത്, നിങ്ങൾക്കും ചെയ്യാം. എന്തുകൊണ്ട് ചെയ്തില്ല എന്നുള്ളതാണ്. ഇത്രയും നല്ലൊരു ഗോൾഡൻ ചാൻസ് കിട്ടിയിട്ട് അത് എന്തിന് നിങ്ങൾ മിസ് ചെയ്ത് കളഞ്ഞതാണ്. ഇപ്പോൾ ഒരു സമാധാനമുണ്ട്, കുറച്ച് ദിവസമായിട്ട് ഇതിനെ കിടന്ന് കളിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഈ പടത്തിനെ കുറിച്ച് പറയാനുള്ളത്. ഇതിനെക്കുറിച്ച് ആരൊന്നും പറയണത് ഞാൻ കേട്ടില്ല, ഞാൻ കണ്ടില്ല. പിന്നെ നമ്മളവിടെയാണെങ്കിൽ പലരും വിളിച്ചിട്ട് ഇത് പറയുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ പറയാണ്, ഇതൊരു വലിയ ചതിയെപ്പോയി. ഇനി ഇങ്ങനെ ചെയ്യരുത്. കാരണം നിങ്ങൾ ജസ്റ്റിഫിക്കേഷൻ നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റൂല. നിങ്ങൾ എന്ത് കൊടുക്കും? ഈ കണ്ട ആൾക്കാർക്കൊക്കെ നിങ്ങൾ എന്ത് മറുപടി പറയാൻ പോകണം? ഇത് കയ്യിൽ നിന്ന് പാളിപ്പോയതാണ്, ഞങ്ങൾ ആദ്യത്തെ വർക്കായിട്ട് ക്ഷമിച്ചൂടെ? നിങ്ങൾ മറിമായം ചെയ്യുന്ന ആൾക്കാരാണ്. നിങ്ങൾ എത്ര വർഷം ഈ പരിപാടി, എത്ര എപ്പിസോഡ് ചെയ്ത് നിങ്ങൾക്കറിയാത്തതാണ് ആ ഓഡിയൻസ് എവിടെ എങ്ങനെ ചെയ്യും എന്നുള്ളതൊക്കെ. ഇതെന്ത് ഊള പരിപാടിയാണ്. ക്ലൈമാക്സൊക്കെ എന്താ ഇൻ്റർവെല്ലിനൊക്കെ നമ്മൾ അങ്ങോട്ട് നോക്കിയിട്ട് എന്തിനാ ഇതൊക്കെ ഇങ്ങനെയൊന്നല്ലല്ലോ. ഒന്നും വേണ്ടായിരുന്നില്ല. വെറുതെ വർത്തമാനം പറഞ്ഞവരെ നമുക്കിഷ്ടമാണ്. ഈ കഥയും തേങ്ങയുടെ ഒന്നും ആവശ്യം ഉണ്ടായിരുന്നില്ല. ഇതെന്തൊക്കെയോ കാണിച്ചിട്ട് വരവേൽപ്പിൻ്റെ ത്രെഡ് കൊടുത്തിട്ട് തോന്നിയ പോലത്തെ പരിപാടിയാണ് ചെയ്യുക. ഇതിന് മോശം സിനിമയൊക്കെ ഇറങ്ങണില്ല എന്നൊന്നുമല്ല, ഇതാണ് മോശം സിനിമ എന്നല്ല. പക്ഷേ പറഞ്ഞ ഓവറാവും. അതുകൊണ്ടാണ്. ശരി എന്നാൽ.